എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ടർ ആസ് എ റിസോഴ്സ് എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ജീവന്റെ തന്നെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള ആ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ വെള്ളം എന്ന് ഈ വാട്ടർ. ഭൂമിയുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ട് വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്നത് തന്നെ നമ്മുടെ പ്ലാനറ്റ്, അതല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്നത് നമുക്ക് വാട്ടറി പ്ലാനറ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അതായത് നമുക്ക് വെള്ളം അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ കാണപ്പെടുന്നത്. നമുക്കറിയാം, ഇന്ന് ശാസ്ത്രജ്ഞന്മാര്, അതായത് നമ്മുടെ നാസയും അതുപോലെ തന്നെ ISRO ഒക്കെ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ വെള്ളത്തിന്റെ അംശമുണ്ടോ എന്നറിയാനാണ് സെർച്ചുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെള്ളത്തിന്റെ അംശം കണ്ടെത്തിയാൽ നമുക്ക് അവിടെ ജീവൻ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഈ നാസയും അതുപോലെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അവകാശപ്പെടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം വെള്ളം എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട ഒന്നാണെന്ന്. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും. പക്ഷെ വെള്ളം കുടിക്കാതെ ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രമാത്രം ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ ജീവന്റെ നിലനിൽപ്പിനും എല്ലാം വെള്ളം നമുക്ക് അത്യാവശ്യമാണ്. ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ ഭൂമിയുടെ പ്രത്യേകത, നമ്മുടെ ഭൂമിയിൽ 70% വെള്ളമാണ്. അതായത് 70% വെള്ളത്താൽ കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഗ്രഹമാണ് നമ്മുടെ എർത്ത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്നും വാട്ടറി പ്ലാനറ്റ് എന്നും ഒക്കെ പറയുന്നത്. ഇപ്പൊ ഈ 70% നമ്മുടെ ഭൂമിയിൽ വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ ഇന്നും വെള്ളത്തിന് ദൗർലഭ്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കിട്ടാതെ വരുന്നതും? വേനലാവുമ്പോൾ വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ കാണാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതുമാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന്, ഇപ്പൊ ആദ്യം നമ്മുടെ ഈ ഒരു പ്രശ്നം, അതായത് നമുക്ക് വെള്ളത്തിന് ദൗർലഭ്യം അനുഭവപ്പെടുന്ന ആ ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി എന്നാണ് പറയുന്നത്, വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അപ്പൊ ഈ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം, അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പോ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഭൂമിയിൽ നമ്മൾ പറഞ്ഞു 70% വെള്ളം ആണ് കവർ ചെയ്തിരിക്കുന്നതെന്ന്. അതായത് നമുക്കറിയാം, നമ്മൾ പഞ്ചമഹാസമുദ്രങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ സമുദ്രങ്ങളില്, അതായത് ഏറ്റവും വലിയ സമുദ്രമായ പസഫിക് ഓഷ്യൻ, ഈ പസഫിക് ഓഷ്യന്റെ അത്ര പോലും വിസ്തീർണം നമ്മുടെ ഭൂമിക്ക് ലാൻഡ് ഏരിയയ്ക്ക് ഇല്ല. കാരണം ഒരു സമുദ്രത്തിന്റെ വ്യാപ്തി പോലും, അല്ലെങ്കിൽ ഒരു സമുദ്രത്തിന്റെ അത്രയും വിസ്തീർണം പോലും നമ്മുടെ ലാൻഡ് ഏരിയ ഇല്ലെന്നാണ്. അപ്പൊ അത്രമാത്രം വെള്ളം ഉള്ള നമ്മുടെ ഭൂമിയിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? അപ്പൊ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, വെള്ളം എന്ന് നമ്മൾ പറയുന്നെങ്കിലും ഈ നമ്മുടെ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള മൊത്തത്തിൽ വാട്ടറിന്റെ അളവില് 70%, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അതായത് നമ്മുടെ ഭൂമിയിൽ മൊത്തത്തിലുള്ള വെള്ളത്തിന്റെ, അതായത് 70% വെള്ളമാണെന്ന് പറഞ്ഞു, ആ 70%-ൽ 97% സാൾട്ടി വാട്ടർ ആണ്. അതായത് നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള വെള്ളത്തിന്റെ 97% സാൾട്ടി വാട്ടർ ആണ്. അതായത് നമുക്കത് കുടിക്കാൻ പറ്റാം, അല്ലെ ഉപ്പ് വെള്ളമാണ്. അപ്പോൾ അതിൽ പിന്നെ നമുക്കറിയാം 3 ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 3 ഭാഗത്തിൽ, അല്ലെങ്കിൽ 3%-ൽ 2% ഐസ് ആയിട്ടാണ് വെള്ളം കാണപ്പെടുന്നത്. അതായത് 97% സാൾട്ടി വാട്ടറും 3% ഫ്രഷ് വാട്ടറുമാണ് മൊത്തത്തിൽ നമുക്ക് ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിൽ. അപ്പൊ ഈ 97% പോയിട്ട് ബാക്കിയുള്ള 3% മാത്രമേ നല്ല ഫ്രഷ് വാട്ടർ ഉള്ളൂ. ആ ഫ്രഷ് വാട്ടറിലെ 2%-വും ഐസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഐസ് ആയിട്ട് കാണപ്പെടുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്റാർട്ടിക്കയും അതുപോലെ ആർട്ടിക് റീജിയനും മൗണ്ടൻ റീജിയനിലൊക്കെ കാണപ്പെടുന്ന ഐസ് കവർ ആയിട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫ്രഷ് വാട്ടർ ഉള്ളത്.
അപ്പൊ നമുക്കത് ലഭ്യമല്ല. ഈ വെള്ളം ഇത് ഒരു റിസർവ് പോലെ ഭൂമിയുടെ സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോ 1% മാത്രമാണ് പിന്നെ ബാക്കി വരുന്നത്. ആ 1%മാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഫ്രഷ് വാട്ടർ. അപ്പൊ അത് ഗ്രൗണ്ട് വാട്ടർ ആയിട്ടാവാം, അല്ലെങ്കിൽ സർഫേസ് വാട്ടർ ആയിട്ടാവാം. അതായത് പിന്നീടുള്ള ബാക്കി വരുന്ന ഈ 1% ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ 2 കാറ്റഗറിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സർഫേസ് വാട്ടർ എന്നും രണ്ടാമത്തത് ഗ്രൗണ്ട് വാട്ടർ എന്നും. സർഫേസ് വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന നദികളിലും അതുപോലെ കുളങ്ങളിലും കായലുകളിലും ഒക്കെ കാണപ്പെടുന്ന ഫ്രഷ് വാട്ടർ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ശരിക്കും സർഫേസ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അടിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള വെള്ളത്തെയാണ് നമ്മൾ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആ വെള്ളവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കിണറുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ കുഴൽക്കിണറുകൾ വഴിയൊക്കെ ആയിട്ടും ഈ ഗ്രൗണ്ട് വാട്ടർ ആണ് വലിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇത്രമാത്രം വെള്ളം ഉണ്ടെങ്കിലും ലഭ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, നമുക്ക് പോർട്ടബിൾ വാട്ടർ എന്ന്, അതായത് കുടിവെള്ളമായിട്ട് കുടിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ ആവശ്യമായ വെള്ളം എന്ന് പറയുന്നത് 1% മാത്രമേ ഉള്ളൂ. അപ്പൊ ആ 1% കൊണ്ട് വേണം നമ്മുടെ എല്ലാ ഡൊമസ്റ്റിക് നീഡും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയുടെയും അതുപോലെ അഗ്രികൾച്ചറൽ നീഡ്, ഇങ്ങനെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് ഈ 1% വെള്ളമാണ്. അപ്പൊ ഇത്രമാത്രം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പൊ ഇതുകൊണ്ടാണ് നമുക്ക് വാട്ടർ സ്കേഴ്സിറ്റി അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ വാട്ടർ സ്കേഴ്സിറ്റിക്കുള്ള റീസൺസ്, അപ്പൊ നമുക്കറിയാം വളരെ കുറച്ചളവിൽ മാത്രമാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്. പക്ഷെ ഈ 1% വെള്ളം ആണെങ്കിലും നമ്മൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്കത് നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഇപ്പൊ അതിനകത്ത് പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ഈ വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നത് അല്ലെങ്കിൽ ദൗർലഭ്യം അനുഭവപ്പെടുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് അത്തരം റീസൺസ് എന്ന്, അതായത് വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണമായിട്ടുള്ള റീസൺസ് എന്തൊക്കെയാണ്, ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പൊ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഗ്രോയിങ് പോപ്പുലേഷൻ ആണ്. ഗ്രോയിങ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോ ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഉള്ള ആവശ്യങ്ങളും വർദ്ധിക്കുന്നുണ്ട്. അത് ഡൊമസ്റ്റിക് നീഡ് ആയിട്ടാണെങ്കിലും ഇനി ഇറിഗേഷൻ ആയിട്ടാണെങ്കിലും. ഡൊമസ്റ്റിക് നീഡ് എന്ന് പറയുമ്പോൾ ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവും വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് വേണ്ടതാണ്. അത് കുടിവെള്ളമായിട്ടാണെങ്കിലും കുളിക്കാനായിട്ടാണെങ്കിലും തുണി നനയ്ക്കാനാണെങ്കിലും അതുപോലെ തന്നെ വീട് വൃത്തിയാക്കാനാണെങ്കിലും എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് വെള്ളത്തിന് വളരെ ആവശ്യമുള്ളതാണ്. അപ്പൊ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിക്കുന്നുണ്ട്. ഇനി അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഫുഡിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോ പോപ്പുലേഷൻ, അതായത് ആളെണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫുഡും അത്ര കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഫുഡിന്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൂടേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് നേരത്തെ എത്രമാത്രം ലാൻഡ് നമുക്ക് കൃഷിക്ക് വേണ്ടി അനുയോജ്യമായിട്ട് അല്ലെങ്കിൽ ലഭ്യമായിരുന്നോ, ഇപ്പോഴും ലാൻഡ് അത്ര മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ലാൻഡ് ഏരിയയുടെ അളവ് വർദ്ധിക്കുന്നില്ല. നമുക്കറിയാം പഴയതിലും ലാൻഡ് ഏരിയ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ കെട്ടിടങ്ങൾ വരുന്നു. നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ലാൻഡ് തന്നെയാണ് നമ്മൾ വീട് വെക്കാനും അതുപോലെ ബിൽഡിങ്ങുകൾ പണിയാനും ഷോപ്പിംഗ് മാളുകൾ പണിയാനും റോഡ് പണിയുന്നതിനും അതുപോലെ ഫാക്ടറികൾക്ക് ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും റെയിൽവേക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റികൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയാണ്. അപ്പൊ കൃഷിഭൂമിയുടെ അളവ് കുറഞ്ഞു വരികയും ആളുകളുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത് ഓരോ ദിവസവും. അപ്പോൾ അതിനനുസരിച്ച് അപ്പൊ ആളിന്റെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫുഡിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനായിട്ട്, അപ്പൊ പഴയ കാലത്തൊക്കെ
നമ്മൾ ഒരു വർഷത്തിൽ ഒരു കൃഷി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ന് രണ്ടും മൂന്നും കൃഷി ചെയ്തിട്ട്, അതായത് കൃഷി ചെയ്യുന്ന സീസൺ വർദ്ധിപ്പിക്കുകയാണ്. സീസന്റെ എണ്ണം കൂട്ടിക്കൊണ്ട്, അതായത് നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സീഡ്സുകളൊക്കെ ഉപയോഗിച്ച്, അതായത് പുതിയ പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷിയുടെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ നേരത്തെ തരിശായിട്ട് കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ, അപ്പൊ മഴക്കാലത്ത് മാത്രം കൃഷി ചെയ്തിരുന്ന ലാൻഡ് ഏരിയ, മഴക്കാലം കഴിയുമ്പോൾ കൃഷി ചെയ്യാൻ സാധിക്കാതെ കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇറിഗേഷൻ പ്രോസസ്സ് നടത്തിക്കൊണ്ട് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന് കൂടുതലായിട്ട് വെള്ളത്തിന് ആവശ്യം വരും. അപ്പൊ നേരത്തെ നമുക്കറിയാം, പഴയ കാലത്ത് ആളുകൾ മഴയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കനാലുകളെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്ന് അതിന് വ്യത്യസ്തമായിട്ട് ആളുകൾ പമ്പ് സെറ്റ് ചെയ്ത്, അതായത് മോട്ടോർ ഉപയോഗിച്ച് ഈ ഭൂമിക്കടിയിൽ നിന്നുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടറാണ് വലിച്ചെടുത്ത് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതനുസരിച്ച് അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ അളവ് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പൊ നേരത്തെ നമ്മൾ എത്രമാത്രം ലാൻഡ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതേ ലാൻഡിൽ തന്നെ നമ്മൾ ഒന്നോ രണ്ടോ സീസൺ കൂട്ടിയിട്ട് കൃഷി ചെയ്ത് നമ്മളുടെ പ്രൊഡക്ഷൻ നമ്മൾ വർദ്ധിപ്പിക്കും. കാരണം ആളുകൾക്ക് എത്ര ജനസംഖ്യ ഉണ്ടാകുന്നു അതിനനുസരിച്ച് ഭക്ഷണത്തിന് നമ്മൾ വ്യവസ്ഥ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പൊ ആളുകൾ അതിനുള്ള പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് അപ്പൊ ആ ടെക്നോളജികൾ, അപ്പൊ നമുക്കറിയാം ഇന്ന് ഹൈഡ്രോപോണിക്സ് പോലെയുള്ള കൃഷി രീതികളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. കാരണം മണ്ണില്ലാതെ തന്നെ വെള്ളത്തിന്റെ സഹായത്തോടെ മാത്രം, അതായത് വെള്ളത്തിൽ കൃഷി ചെയ്യുന്ന രീതിയുണ്ട്, ഹൈഡ്രോപോണിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജികളൊക്കെ ആവിഷ്കരിക്കുമ്പോൾ ഇതിനെല്ലാം നമുക്ക് കൂടുതലായിട്ട് വെള്ളമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ വെള്ളത്തിന്റെ ഉപഭോഗം ഓട്ടോമാറ്റിക് ആയിട്ട് വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇൻക്രീസിങ് പോപ്പുലേഷൻ എന്നുള്ളത് വാട്ടർ സ്കെസിറ്റിക്ക് ഉള്ള ഏറ്റവും വലിയൊരു കാരണമാണ്. ഇനി രണ്ടാമത്തെ റീസൺ എന്ന് നമുക്ക് പറയാം ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും പൊതുവെ രാജ്യങ്ങളിലെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇൻഡസ്ട്രികളുടെ അളവ് വർദ്ധിച്ചു വരുന്നുണ്ട്. കാരണം പുതിയ പുതിയ ഇൻഡസ്ട്രികൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യം വരാറുണ്ട്. അപ്പൊ ഇൻഡസ്ട്രിയിലെ പലതരത്തിലുള്ള വർക്കുകൾക്ക് വേണ്ടിയും അപ്പൊ റോ മെറ്റീരിയൽ ക്ലീൻ ചെയ്യുന്നതിനും അങ്ങനെ പലതരം ആക്ടിവിറ്റികൾക്ക് വേണ്ടിയൊക്കെ വെള്ളത്തിന്റെ അളവ് കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ്, വെള്ളം കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത് മാത്രമല്ല, നമുക്കറിയാം ഈ ഇൻഡസ്ട്രികളൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതലായിട്ട് ഇവര് ഡിപ്പെൻഡ് ചെയ്യുന്ന പവർ റിസോഴ്സസ് എന്ന് പറയുന്നത് വാട്ടർ റിസോഴ്സസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അതായത് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്ടർ റിസോഴ്സസിനെയാണ്. അപ്പൊ വാട്ടർ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകിൽ അത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന, അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റുകളായിരിക്കും. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇവര് കൂടുതലായിട്ടും തെർമൽ പവർ പ്ലാന്റുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ വെള്ളത്തെ നീരാവിയാക്കിയിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ അതിനും വളരെയധികം വെള്ളം ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇൻഡസ്ട്രി കൂടുതലായിട്ട് ഡെവലപ്പ് ആകുന്നതനുസരിച്ച് വെള്ളത്തിന്റെ ഉപഭോഗം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു റീസൺ ആണ്, ഇൻഡസ്ട്രി വർദ്ധിക്കുന്നതിനനുസരിച്ച്, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ ഇൻഡസ്ട്രിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ഉപഭോഗം കൂടി വരും. അപ്പൊ ഇത് വാട്ടർ സ്കേഴ്സിറ്റിക്ക് ഒരു റീസൺ ആണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, മൂന്നാമത്തെ റീസൺ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ലൈഫ് സ്റ്റൈൽ. അർബനൈസേഷൻ അല്ലെങ്കിൽ അർബൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ന് പുതിയ പുതിയ ടെക്നോളജികളുള്ള വീടുകളാണ് എല്ലാവരും തന്നെ പണിയാനൊക്കെ താല്പര്യപ്പെടുന്നത്. ഇപ്പൊ പുതിയ ടെക്നോളജികളുള്ള വീടുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കും ഇലക്ട്രിസിറ്റിയെയും അതുപോലെ തന്നെ വെള്ളത്തിനും ഒക്കെ കൂടുതൽ ആവശ്യം വരുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉപഭോഗം വരുന്ന രീതിയിലുള്ള വീടുകൾ. പ്രത്യേകിച്ചും നമുക്കറിയാം ഇന്ന് മോഡേൺ ആയിട്ടുള്ള വീടുകൾക്കെല്ലാം തന്നെ ഒരു വീട്ടിൽ തന്നെ 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ 3 ബെഡ്റൂമിനോടും ചേർത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും, അപ്പൊ അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ യൂറോപ്യൻ ക്ലോസറ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇന്ന് പുതിയ വീടുകൾ പണിയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വീടുകൾക്ക് വെള്ളത്തിന്റെ ഉപഭോഗം വളരെ കൂടുതലായിരിക്കും. ഇപ്പോ പഴയ സമയത്തെ അനുസരിച്ച്
നമ്മൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ട് ഇത്തരം ക്ലോസറ്റുകളും അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ വീടുകളിലും തന്നെ എല്ലാ വർക്കുകളും തന്നെ ഈ കറണ്ടിന്റെയും ഇലക്ട്രിസിറ്റിയുടെയും ഒക്കെ സഹായത്തോടെ ഇപ്പൊ എല്ലാ വീടുകളിലും തന്നെ വാഷിംഗ് മെഷീന് അങ്ങനെ എല്ലാ പുതിയ ടെക്നോളജികളെല്ലാം അപ്ലൈ ചെയ്തിട്ടായിരിക്കും വീടുകൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വീടുകൾക്ക് ക്ലീനിങ്ങിന് വേണ്ടി നല്ല പോലെ വെള്ളത്തിന് ആവശ്യമുണ്ട്. നമുക്കറിയാം നല്ല വീടുകൾ പണിത് കഴിയുമ്പോൾ മാർബിളും ടൈൽസും ഒക്കെ ഇട്ട് വീടുകളിൽ എല്ലാ ദിവസവും തന്നെ അത് ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും ഒക്കെ അതുപോലെ തന്നെ വാഷ് ചെയ്യാനും ഒക്കെ ആയിട്ട് വെള്ളത്തിന് വളരെയധികം ആവശ്യങ്ങളുണ്ടാവും. ഇപ്പൊ ഈ അർബൻ ഏരിയാസ് ഈ എല്ലാവരും തന്നെ നമുക്കറിയാം ആളുകൾ കൂടുതലും അർബൻ ഏരിയയിൽ അതായത് ടൗൺ ഏരിയയിൽ താമസിക്കാനാണ് ഇഷ്ടപ്പെടുക. ഇപ്പോ ഗ്രാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടൗൺ ഏരിയയിലേക്ക് ചേക്കേറുന്ന ആളുകൾ ഇപ്പോൾ വലിയ ഫ്ലാറ്റുകളിലൊക്കെ ആയിട്ട് അതായത് ഒരുപാട് നിലകളുള്ള 10ഉം 50ഉം 100ഉം നിലകളുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന നൂറുകണക്കിന് ഫാമിലീസ് ഉണ്ടാവും. അപ്പൊ ഈ ഫാമിലിക്ക് എല്ലാം വെള്ളം എവിടെ നിന്നാണ് എത്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവര് ഗ്രൗണ്ട് വാട്ടറെ കൂടുതലായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശരിക്കും. കാരണം ഇത്രയും ഫാമിലികൾക്ക് താമസിക്കാൻ ആവശ്യമായ വെള്ളം ഇവർ എടുക്കുന്നത് ഈ ഗ്രൗണ്ട് വാട്ടർ സോഴ്സസിൽ നിന്നായിരിക്കും, അതായത് കുഴൽക്കിണറുകള്. അതുപോലെ നമുക്കറിയാം ടൗൺ ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആളുകള് വെള്ളത്തിന് വേണ്ടി സ്വന്തമായിട്ട് ഇപ്പൊ നമുക്കറിയാം ടൗണുകളിലൊക്കെ ആണെങ്കിലും സ്വന്തമായിട്ട് വീട് പണിയുന്നവരും ഒക്കെ വെള്ളത്തിന്റെ ലഭ്യതയ്ക്ക് വേണ്ടി അപ്പൊ ഒരു പക്ഷെ പഞ്ചായത്തിന്റെ വെള്ളമൊക്കെ ആയിട്ട് ജലനിധി അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമുക്കറിയാം അവൈലബിൾ ആണ്. ഇത് കൂടാതെ അവർ സ്വന്തമായിട്ട് കുഴൽക്കിണറുകൾ കുത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, കാരണം അവർക്കറിയാം ഇത് പഞ്ചായത്തിന്റെയോ അല്ലെ മറ്റു റിസോഴ്സസിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ അവര് സെൽഫിഷ്, അതായത് ആളുകളെ നമുക്ക് ഒരു പരിധിവരെ പറയാൻ വേണമെങ്കിൽ സെൽഫിഷ് ആയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് എന്തുമാത്രം വെള്ളം ഉപയോഗിക്കണം തോന്നുന്നു അത്രയും ഉപയോഗിക്കാം എന്നൊരു കൺസെപ്റ്റോട് കൂടിയാണ് ഇത്തരം കുഴൽക്കിണറുകളൊക്കെ സ്ഥാപിക്കുന്നത്. അപ്പൊ കുഴൽക്കിണറുകൾ സ്ഥാപിക്കുമ്പോൾ ഇവര് ചിന്തിക്കുന്നില്ല ഈ വലിച്ചെടുക്കുന്ന ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള വെള്ളത്തിൽ നിന്നാണ് ഇവർ വലിച്ചെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അതായത് ഓവറായിട്ട് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് റിസോഴ്സസുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുമ്പോൾ ഈ ഗ്രൗണ്ട് അതായത് ഒരുപാട് ആയിട്ട് നമ്മൾ ഈ ഗ്രൗണ്ട് വാട്ടർ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ഈ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവല് അല്ലെങ്കിൽ വാട്ടർ ടേബിൾ എന്നോ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവലോ എന്നൊക്കെ നമുക്ക് പറയാം, ഈ ഗ്രൗണ്ട് ലെവല് താഴ്ന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വേനൽ പോലുള്ള അതായത് വേനൽക്കാലം ആകുമ്പോഴേക്കും ചില സ്ഥലങ്ങളിലൊക്കെ കിണറുകളും അതുപോലെ തന്നെ ഈ സർഫേസ് വാട്ടർ നമുക്ക് കിട്ടുന്ന സോഴ്സസുകളൊക്കെ അതായത് അതുവഴി കിണറാവാം അതുപോലെ കുളങ്ങളാവാം ഇതെല്ലാം വറ്റി പോകുന്നതിന്റെ കാരണം താഴെയുള്ള ഗ്രൗണ്ട് വാട്ടർ ഈ വാട്ടർ ലെവല് താഴ്ന്നു പോവുകയാണ്. ശരിക്കും നമ്മൾ വാട്ടർ ടേബിൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ വാട്ടർ ടേബിൾ താഴ്ന്നു പോകുന്നതിന്റെ കാരണം നമ്മൾ ചില ഇതുപോലെ ഓവറായിട്ട് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. അതായത് ഒത്തിരി ചൂഷണം ചെയ്ത് നമ്മൾ അതിനെ ഒരുപാട് വലിച്ചെടുക്കുന്നു. അപ്പൊ ആ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് ഈ വാട്ടർ ലെവൽ താഴ്ന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ താഴ്ന്നു പോകുന്നതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാതെ വരുന്നത്. അപ്പൊ ഇത് ഒരു വലിയൊരു റീസൺ തന്നെയാണ് ഈ അർബനൈസേഷൻ. അതായത് ആളുകൾ കൂടുതലും മോഡേൺ ലൈഫ് സ്റ്റൈലിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വാട്ടർ റിസോഴ്സസിനെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇങ്ങനെ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാകാനുള്ള ഏറ്റവും വലിയൊരു കാരണം. അപ്പോ ചില സ്ഥലങ്ങളിലൊന്നും താമസിക്കുന്ന പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്നത് ഈ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഇവിടെയൊക്കെ താമസിക്കുന്നവര് ഇത് പ്ലെയിൻ ഏരിയ ആണ്, സമുദ്രനിരപ്പിന് തുല്യമായിട്ട് താമസിക്കുന്നതാണ് ഉള്ള സ്ഥലമാണ് ഈ നോർത്ത് ഇന്ത്യയൊക്കെ. അപ്പൊ ഇവിടെയൊന്നും വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ലാത്തത് കൊണ്ട് കാരണം എപ്പോഴും വെള്ളമുണ്ട് ഇവിടെ. ഭൂമിയിൽ 2 അടി താഴ്ത്തിയാലും വെള്ളം ഉള്ളത് കൊണ്ട് ഇവർക്ക് ആ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. കാരണം എപ്പോഴും വെള്ളമുണ്ട്, ഏത് സീസണിലും, തണുപ്പ് കാലത്തും ചൂട് കാലത്തും മഴക്കാലത്തും എല്ലാ സമയത്തും വെള്ളം അവൈലബിൾ ആണ്. പക്ഷെ ഈ ഇവിടെ ആണെങ്കിലും
അപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിലും പഴയതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ട് ഇപ്പോ എല്ലാവരും തന്നെ പമ്പ് സെറ്റ് ചെയ്ത് കൃഷിക്ക് വേണ്ടിയും ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഇതുപോലെ തന്നെ ഓവറായിട്ട് ഈ വെള്ളം അണ്ടർഗ്രൗണ്ട് വാട്ടറിനെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അതേ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാ സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ വലിച്ചെടുക്കുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്, അതായത് ഭൂമിക്കടിയിലുള്ള വെള്ളം. ആ ഭൂമിക്കടിയിലുള്ള സ്രോതസ്സിനെ നമ്മൾ കൂടുതലായിട്ട് വലിച്ചെടുക്കുന്നതനുസരിച്ച് അത് എല്ലാ സ്ഥലങ്ങളിലും അതിനെ അഫക്ട് ചെയ്യും. അപ്പൊ ഇത് വാട്ടർ സ്കർസിറ്റിക്ക് ഏറ്റവും വലിയ റീസൺ ആണ്. നമ്മൾ പറഞ്ഞു അതായത് ഇൻക്രീസിങ് പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ റീസൺ ആണ് ഇൻഡസ്ട്രിയലൈസേഷൻ. മൂന്നാമത്തെ റീസൺ നമ്മൾ പറഞ്ഞു അർബനൈസേഷൻ. ഈ 3 റീസൺസിന് നമുക്ക് മേജർ കോസ് ആയിട്ട് പറയാം. കാരണം വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് ഇത് മൂന്നും. ഇനി ഈ വാട്ടർ സ്കേഴ്സിറ്റി എന്നുള്ള പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് അല്ലെ ഈ വാട്ടർ സ്കേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന്. അപ്പോ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കാര്യം കൂടി പറയാം, വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ എന്നും നമുക്ക് ഇന്ന് വാട്ടർ സ്കാർസിറ്റി അനുഭവപ്പെടുന്നതിന് ഒരു കാരണമായിട്ട് പറയാം. കാരണം നമുക്ക് പഴയ കാലത്ത് ഈ സർഫേസ് വാട്ടർ എല്ലാം, അതായത് നദികളിലെയും കുളങ്ങളിലെയും വെള്ളമൊക്കെ നമുക്ക് നോർമലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കുളങ്ങളിലെ വെള്ളമോ അല്ലെങ്കിൽ ഈ നദികളിലെ വെള്ളമോ ഒന്നും നോർമലായിട്ട് നമ്മുടെ മറ്റാവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് തുണി അലക്കാനോ കുളിക്കാനോ പോലും നദികളിലെ വെള്ളം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഫാക്ടറികൾ ഒക്കെ അവരുടെ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇത്തരം വാട്ടർ റിസോഴ്സസിനെയാണ്, സോഴ്സസിനെയാണ്. അതായത് ഇവരുടെ വേസ്റ്റ് വാട്ടറും അതുപോലെ ഇതെല്ലാം ഒഴുക്കി വിടുന്നത് ഈ നദികളിലേക്കൊക്കെയാണ്. ഇപ്പൊ ആ നദികളിലെ വെള്ളം ചീത്തയാവുന്നു, അല്ലെങ്കിൽ അത് പൊല്യൂട്ടഡ് ആയി തീരുകയാണ്. അതൊരു പക്ഷേ ആസിഡ് കലർന്ന വെള്ളമാവാം. ഈ കമ്പനികളിൽ നിന്ന്, അതുപോലെ തന്നെ ഫാക്ടറികളിൽ നിന്ന്, ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ഡംപ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ ഇപ്പൊ ഈ നദികളിലേക്കൊക്കെ ഒഴുക്കി വിടുന്നത് കൊണ്ട് നമുക്ക് നദികളിലെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഇന്ന് ഉപയോഗിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പോ അതും ഒരു റീസൺ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ പഴയ കാലത്തിനേക്കാളും കൂടുതലായിട്ട് ഇന്ന് കെമിക്കൽ ഫെർട്ടിലൈസർ, അതായത് രാസവളങ്ങള്, അതുപോലെ കീടനാശിനികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഇതിന്റെ എല്ലാ അംശം കലർന്നിട്ടാണ് ഈ വെള്ളം ഒഴുകി നദികളിലൊക്കെ എത്തിച്ചേരുന്നത്. അതുപോലെ നദികളിലും കായലുകളിലും കുളങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന കുളങ്ങളിലെ നദികളിലെ വെള്ളമെല്ലാം പൊല്യൂട്ടഡ് ആണ്. അതൊരു പക്ഷെ പലതരത്തിലുള്ള കെമിക്കൽസ് കലർന്നതാവാം, അല്ലെങ്കിൽ ഇത്തരം വേസ്റ്റ്. നമുക്കറിയാം ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ ടൗൺ ഏരിയകളിലെ, അതായത് ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന വീടുകളിലെ മാലിന്യം, വീടുകളിലെ മാലിന്യം എന്ന് പറയുമ്പം അത് കനാല് വഴി ഒഴുക്കി, അല്ലെങ്കിൽ ഓടകളിലെ, അതായത് ഓടയിലെ മാലിന്യം എന്ന് പറയാം. അപ്പൊ ഈ ഓടകളിലെ മാലിന്യം ഒക്കെ ഒഴുക്കി വിടുന്നത് ഈ നദികളിലേക്കും അതുപോലെ തന്നെ ഇത്തരം കുളങ്ങളിലും ഈ കായലുകളിലേക്കും ഒക്കെയാണ്. അപ്പൊ ഇതെല്ലാം ചെന്ന് ചേരുന്നത് ഈ നമ്മുടെ ഫ്രഷ് വാട്ടർ റിസോഴ്സസിലേക്കാണ്. അപ്പൊ ഈ ഫ്രഷ് വാട്ടർ സോഴ്സസ് ആയിട്ടുള്ള ഈ സർഫേസ് വാട്ടറിനെ ഇതെല്ലാം ചേർന്ന് വൃത്തികേടാക്കിയിരിക്കുന്നു, അതല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. അപ്പൊ മാലിന്യം കൊണ്ട് നിറഞ്ഞതാണ് ഇന്ന് നമ്മുടെ ഫ്രഷ് വാട്ടർ സോഴ്സസ് ഒക്കെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. ഇതും ഇന്ന് വാട്ടർ സ്കർസിറ്റിക്ക് ഏറ്റവും വലിയ ഒരു റീസൺ തന്നെയാണ്, പൊല്യൂഷൻ. ഇപ്പൊ നമ്മള് 4 റീസൺസ് നമുക്ക് പറയാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇൻക്രീസിങ് പോപ്പുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ പൊല്യൂഷനും അതുപോലെ തന്നെ ഈ ഒരു റീസൺ തന്നെയാണ് വാട്ടർ സ്കേഴ്സിറ്റി നമുക്ക് അനുഭവം. കാരണം വെള്ളമുണ്ട്, പക്ഷെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ അതും ഈ വാട്ടർ സ്കേഴ്സിറ്റിക്ക് കാരണം തന്നെയാണ്. അപ്പൊ ഇത്രയും ഈ കാരണങ്ങളിൽ നിന്നെല്ലാം ഒഴിവാക്കി വാട്ടർ സ്കേഴ്സിറ്റി പരിഹരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അത് പരിഹരിക്കാനായിട്ട് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഇന്ത്യയില്
വാട്ടർ കൺസർവിങ് ടെക്നിക്സ്, അതായത് വെള്ളത്തെ സംരക്ഷിക്കാനായിട്ട് പലതരം ടെക്നിക്കുകൾ നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം നമ്മൾ പറയുന്ന ഇറിഗേഷനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കുകൾ, പഴയ കാലത്തെ ടെക്നോളജികളൊക്കെ മാറ്റി വെച്ച് പഴയ കാലത്ത് ഡയറക്റ്റ് ആയിട്ട് കനാലിൽ നിന്ന് വെള്ളം കൃഷി സ്ഥലങ്ങളിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സ്ഥാനത്ത് അത് ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് പുതിയ പുതിയ ടെക്നോളജികൾ ഉണ്ട് കൃഷി സ്ഥലങ്ങൾ നനയ്ക്കുന്നതിനായിട്ടൊക്കെ. സ്പ്രിംഗ്ലറുകൾ യൂസ് ചെയ്യുക, അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുക, ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ നമുക്ക് ഈ ഇറിഗേഷന് വേണ്ടി ഒരുപാട് വെള്ളം വേസ്റ്റ് ആയി പോകുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വാട്ടർ കൺസർവ് ചെയ്യാൻ ഉള്ള ഒരു മാർഗമാണ് മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ. മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ പല പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നമ്മൾ മഴവെള്ളം സംഭരിച്ചു, അതായത് മഴക്കാലത്ത് ഓവറായിട്ട് ഒഴുകി പോകുന്ന വെള്ളത്തെ നമ്മൾ തടഞ്ഞു നിർത്തി ആ വെള്ളം നമുക്ക് പിന്നീട് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പാകത്തിന് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ അത്തരം പ്രോജക്റ്റുകളെയാണ് മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡാം നിർമ്മിച്ച് ഒഴുകി പോകുന്ന നദിയുടെ വെള്ളത്തെ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ അത്തരം പ്രോജക്റ്റുകൾ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ എന്ന് പറയുന്നതിന്റെ കാരണം നമുക്കറിയാം, ഇതുകൊണ്ട് നമുക്ക് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിരിക്കുന്നത് ടെമ്പിൾസ് ഓഫ് ദ മോഡേൺ ഇന്ത്യ എന്നാണ്. ടെമ്പിൾസ് ഓഫ് ദ മോഡേൺ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്ന് കൃഷിയുടെ സ്ഥാനത്ത് ഈ ഇത്രയും ദാരിദ്ര്യ രാജ്യമായിരുന്ന ഇന്ത്യയെ കൃഷിയിലൂടെ കൈപിടിച്ചുയർത്താനായിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് 5 ഇയർ പ്ലാൻ ആണ്, പഞ്ചവത്സര പദ്ധതി. അതിലെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ഒന്നാണ് ഈ ഡാമുകൾ നിർമ്മിക്കുക, ജലസേചന സൗകര്യം എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അത്തരം അതിനൊക്കെ നമുക്കറിയാം, ഈ ഇന്ദിരാഗാന്ധി കനാൽ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മുടെ ഇന്ത്യയില് നടപ്പിലായത് അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകളിലൂടെ നമുക്ക് രാജ്യത്തിന് വേണ്ടി, അതായത് കൃഷിക്ക് ആവശ്യത്തിനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാകത്തിന് നമ്മൾ ഡാമുകൾ നിർമ്മിച്ച് ഈ ഡാമുകളിലൂടെ ഈ വെള്ളം ശേഖരിച്ചു വെച്ച് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന്, അതായത് ഒഴുകി നഷ്ടപ്പെട്ടു പോകുന്ന വെള്ളത്തെ നമ്മൾ തടഞ്ഞു നിർത്തി ആ വെള്ളം നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡാമുകൾ നിർമ്മിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലെ പല മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകളുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ ഇടുക്കി പോലുള്ള അണക്കെട്ടുകൾ, അപ്പൊ ഇതൊക്കെ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകളാണ്. അപ്പൊ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഈ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ലക്ഷ്യം ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളം നമുക്ക് പിന്നീട് വേനൽക്കാലത്ത് ഇറിഗേഷന് വേണ്ടി ഉപയോഗിക്കുക. രണ്ടാമത്, ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡാമുകളെ അല്ലെങ്കിൽ ഈ ഡാമിന്റെ റിസർവോയറുകള് നമുക്ക് ഇൻലാൻഡ് നാവിഗേഷന് വേണ്ടി, അതായത് ജലസേചന നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ റിക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാം. റിക്രിയേഷന് വേണ്ടി എന്ന് പറയുമ്പോൾ ആളുകൾ വിസിറ്റിങ്ങിനായിട്ടും അതുപോലെ തന്നെ ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയും ഒക്കെ നമുക്ക് അതിൽ നിന്ന് രാജ്യത്തിന് വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ആളുകൾക്ക് റിക്രിയേഷന് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി അതുപോലെ തന്നെ വേറൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ ഈ റിസർവോയറുകൾ നമുക്ക് പിസികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് ഫിഷ് ബ്രീഡിങ്ങിന് വേണ്ടി, മത്സ്യങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയും നമുക്ക് ഈ റിസർവോയറുകളെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല പല ആവശ്യങ്ങൾക്കും പല പല ഗുണങ്ങൾ നൽകുന്ന ഇത്തരം മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകളെ നിർമ്മിക്കുകയും അതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക്, അതുപോലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം, ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്യാം, ജലസേചനത്തിന് ഉപയോഗിക്കാം, അതുപോലെ നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കാം, റിക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാം, ഫിഷ് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പം പലതരത്തിലുള്ള വരുമാനവും നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ ഓവറായിട്ടുള്ള വേസ്റ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് തടയുകയും ചെയ്യാം. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക്
ഇത്തരം മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകൾ ചെയ്യുന്നത് കൊണ്ട് ഫ്ലഡ്, അതായത് വെള്ളപ്പൊക്കം തടയുന്നതിനും ഒരു പരിധി വരെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം അങ്ങനെ പല ഉദ്ദേശങ്ങളോടുകൂടി തയ്യാറാക്കുന്ന പ്രോജക്റ്റുകൾ. അപ്പൊ ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു നോട്ട് തയ്യാറാക്കുക, അല്ലെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കുക. ഏത് സ്റ്റേറ്റിലാണെന്നും സ്റ്റേറ്റിന്റെ പേരും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്നും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചെഴുതണം. കാരണം പരീക്ഷയ്ക്കാണെങ്കിലും എക്സാമിന് ഇത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകൾ മാപ്പിൽ അടയാളപ്പെടുത്താൻ ഇന്ത്യയുടെ. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ. അപ്പൊ ഇത്രയും, അതുപോലെ തന്നെ പിന്നെ നമുക്ക് വാട്ടർ സ്കാർസിറ്റി പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം, അതായത് മഴക്കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ റൂഫിലൊക്കെ വീഴുന്ന വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ അതിന് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് എന്നും പറയുന്നുണ്ട്. അപ്പൊ റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റൂഫിൽ വീഴുന്ന അല്ലെങ്കിൽ നമ്മുടെ പുരയുടെ പുറത്തോ അല്ലെങ്കിൽ വീടിന് പുറത്ത് കിട്ടുന്ന വെള്ളം, ആ വെള്ളത്തെ നമ്മൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് ആ ടാങ്കിൽ ശേഖരിച്ച് വെക്കുകയും അതിലൂടെ നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, ഈ ഗ്രൗണ്ട് വാട്ടർ, അതായത് ഈ ഗ്രൗണ്ട് വാട്ടർ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് റീചാർജ് ചെയ്യാനായി സഹായിക്കുന്നുണ്ട്. പിന്നെ അത് അതായത് ഈ നമ്മൾ നിർമ്മിക്കുന്ന റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗിന്റെ ടാങ്കിലൂടെ ഈ വെള്ളം ഭൂമിക്കടിയിലുള്ള ജലസ്രോതസ്സുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കും. അപ്പൊ നമുക്ക് ജലം ആവശ്യത്തിന് ഇത് ഭൂമിക്കടിയിലേക്ക് വലിഞ്ഞു പോവുകയും ചെയ്യും. കുറച്ച് ഇതിന് ഈ ടാങ്കില് നിൽക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് മഴക്കാലം കഴിഞ്ഞു അല്ലെ വേനൽക്കാലം ആകുമ്പോഴേക്കും ഈ ടാങ്കിലെ വെള്ളം യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ അങ്ങനെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ്, ഈ റൂഫ് ടോപ്പ് അല്ലെങ്കിൽ ഇത്തരം പദ്ധതികൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടില് നിയമപരമായിട്ട്, അതായത് ഈ വീടിന് മുകളിൽ പെയ്യുന്ന മഴ വെള്ളം നിർബന്ധമായിട്ടും ശേഖരിക്കപ്പെടണമെന്നും ആ വെള്ളം സ്റ്റോർ ചെയ്ത് പിന്നീട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നൊക്കെ തമിഴ്നാട്ടിൽ നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനെതിരെ അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ആക്കാത്തവർക്ക് പണിഷ്മെന്റ് വരെ ഏർപ്പെടുത്തുന്ന ഒരു സിസ്റ്റം തമിഴ്നാട്ടിലുണ്ട്. ആദ്യം ഇന്ത്യയിലെ ശരിക്കും അങ്ങനെ നിർബന്ധിതമായിട്ടും ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നൊരു സംവിധാനം ആവിഷ്കരിച്ചത് തന്നെ തമിഴ്നാടാണ്. ഇപ്പോ ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മഴവെള്ളം നമ്മൾ സംഭരിക്കുകയും അത് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുന്നതിനും സഹായിക്കും. കാരണം നമുക്കറിയാം, നമ്മളിന്ന് ഒത്തിരി കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഈ പെയ്യുന്ന വെള്ളം ഭൂമിക്ക് വലിച്ചെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട്. കാരണം ഇത് കെട്ടിടത്തിന് പുറത്ത് വീഴുന്ന വെള്ളം പെട്ടെന്ന് പൈപ്പ് വഴിയോ ഒക്കെ നല്ല സ്പീഡിൽ ഒഴുകി വെറുതെ വേസ്റ്റ് ആയിട്ട് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് ആ കെട്ടിടം നിൽക്കുന്ന അത്രയും സ്ഥലം ഈ വെള്ളം വലിച്ചെടുക്കേണ്ടതാണ്. അപ്പൊ അത് ഓരോ ബിൽഡിങ്ങുകളും പണിയുന്നതിനനുസരിച്ച് ഈ വെള്ളം ഭൂമിക്ക് കിട്ടാതെ അത് ഒറ്റയടിക്ക് ഒഴുകി നദികളിലും കുളങ്ങൾക്കോ ചെല്ലുകയും ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, പഴയ കാലത്തതിനേക്കാളും വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് വെള്ളപ്പൊക്കം വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു റീസൺ ആണ് ഇതും. കാരണം ഭൂമി വലിച്ചെടുക്കേണ്ട വെള്ളം കൂടി ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടർ ലെവല് റീചാർജ് ചെയ്യാൻ പറ്റാതെ വേനലാവുമ്പോഴത്തേക്കും ഒരാഴ്ച അടുപ്പിച്ച് മഴ കിട്ടാതെ ഇരിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഭൂമിയിലുള്ള വെള്ളം വറ്റിപ്പോകുന്ന ഒരു അവസ്ഥ ഇന്ന് കാണുന്നുണ്ട്. നമുക്കറിയാം, ഒരു മാസം മഴയില്ലാതെ വെയില് തന്നെ തെളിഞ്ഞാല് മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം വെള്ളം വറ്റിപ്പോകും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമൊക്കെ ഇത് തന്നെ. ഇതിനൊക്കെ കാരണം ഇത്തരം പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ ഗ്രൗണ്ട് വാട്ടറിനെ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഇത്തരം റൂഫ് ടോപ്പ് ഹാർവെസ്റ്റിംഗ് പോലുള്ള സംവിധാനങ്ങളൊക്കെ നടപ്പിലാക്കുകയും ഫലപ്രദമായിട്ട് നടപ്പിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങളെ, അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്നത് അമൂല്യമായ നിധിയാണ്, നമ്മുടെ ജീവന്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പൊ അതിന് നമ്മൾ വളരെ കെയർ ചെയ്ത് ആ വെള്ളം സംരക്ഷിക്കാനും അതിനെ നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും ഒക്കെ തയ്യാറാവണം. അതിനുവേണ്ടി ഗവൺമെന്റുകളും അതുപോലെ തന്നെ വ്യക്തികളും
ഓരോ വ്യക്തികളും അവരവരുടെ വീടുകളിൽ ഇത്തരം സംരംഭങ്ങളൊക്കെ സ്ഥാപിക്കുമ്പോൾ അതിനനുസരിച്ച് ഗ്രൗണ്ട് വാട്ടറിൽ, അതായത് നമുക്ക് വേണ്ടിയുള്ള വെള്ളം തന്നെയാണ്, നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കിട്ടേണ്ട വെള്ളം തന്നെയാണ്. അപ്പൊ നമ്മൾ സ്വയം നമ്മൾ ആ വെള്ളത്തെ ഒന്ന് ശേഖരിച്ചു വെക്കാനും ഈ ഗ്രൗണ്ട് വാട്ടറിനെ റീചാർജ് ചെയ്ത് അത് നമുക്ക് പിന്നീട് നമുക്ക് തന്നെ കിട്ടും എന്നുള്ള ആ ഒരു ഓർമ്മ കൂടി ഉണ്ടായാൽ നമുക്കും നാളെ വരുന്ന നമ്മുടെ തലമുറയ്ക്കും വളരെ പ്രയോജനം ചെയ്യും.